എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ബ്രോയിലർ കോഴി വളർത്തുന്ന ആളെ സംബന്ധിച്ച് ആ കോഴികൾക്ക് കൊടുക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ അല്ലെങ്കിൽ ആ കൃഷിയിൽ ഒഴിച്ചുകൂടാനാവാത്ത 4 പ്രധാനപ്പെട്ട മെഡിസിൻസിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. ഞാനീ പറയാൻ പോകുന്ന മെഡിസിൻസ് തീർച്ചയായിട്ടും നിങ്ങൾ ഫാമിൽ ഉപയോഗിക്കേണ്ട മെഡിസിൻസാണ്. തുടക്കക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം. കാരണം കോഴിയുടെ ബോഡി വെയ്റ്റിലും FCRലൊക്കെ കാര്യമായ ഒരു മാറ്റം വരുത്താൻ ഈ മെഡിസിൻ വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് ഈ ഓരോ മെഡിസിൻസിനെയും ഒന്ന് പരിചയപ്പെടാം. ഇതിൽ ആദ്യത്തെ മെഡിസിൻ എന്ന് പറയുന്നത് ലിക്സൺ പൗഡറാണ്. ഈ മെഡിസിൻ ഒരു മൈൽഡ് ആൻറ്റിബയോട്ടിക് ആണ്. നിങ്ങളുടെ ഫാമിലെ ചിക്സ് വന്ന് 2ാമത്തെ ദിവസം മുതൽ ചിക്സിന് കൊടുക്കുന്ന വെള്ളത്തിൽ ഈ മെഡിസിൻ കലക്കി കൊടുക്കാവുന്നതാണ്. ഇതൊരു പൗഡർ രൂപത്തിലുള്ള മെഡിസിനാണ്. ഈ ചിക്സിന് തുടക്കത്തിൽ വരുന്ന ചെറിയ രീതിയിലുള്ള തുമ്മൽ, ജലദോഷം, അതുപോലെ തന്നെ മറ്റുള്ള ഇൻഫെക്ഷൻ ഇതൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു പ്രിക്വേഷനായിട്ട് മാത്രം കൊടുക്കുന്ന ഒരു മൈൽഡ് ആൻറ്റിബയോട്ടിക് ആണ് ഈ മെഡിസിൻ. ആൻറ്റിബയോട്ടിക് എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. ഇത് അത്ര ഡോസ് കൂടിയ ആൻറ്റിബയോട്ടിക് ഒന്നുമല്ല. ജസ്റ്റ് മൈൽഡായിട്ടൊരു ആൻറ്റിബയോട്ടിക്, ജസ്റ്റ് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി മാത്രം കൊടുക്കുന്ന, പ്രിക്വേഷന് വേണ്ടി മാത്രം കൊടുക്കുന്ന ഒരു മൈൽഡ് ആൻറ്റിബയോട്ടിക്. അതിൻ്റെ ഡോസൊന്നും അധിക ദിവസമൊന്നും നിൽക്കില്ല അവരുടെ ശരീരത്ത്. ഇത് 20 ഗ്രാമിൻ്റെ പാക്കറ്റായിട്ടാണ് വരുന്നത്. 2000 കോഴിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 2 പാക്കറ്റ് നിങ്ങൾക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് തുടക്കത്തിൽ ആദ്യത്തെ ഒരു 3 ദിവസമൊക്കെ കൊടുക്കാവുന്നതാണ്. ഇത് കാര്യമായിട്ട് സൈഡ് എഫക്റ്റ് ഒന്നുമുള്ളൊരു മെഡിസിൻ അല്ല. അതുകൊണ്ട് തന്നെ വേറെ പ്രോബ്ലം ഒന്നും ഈ മെഡിസിനെ കൊണ്ട് ഉണ്ടാവുകയില്ല. ഇനി 2ാമത്തെ മെഡിസിൻ എന്ന് പറയുന്നത് ഗ്രോവി പ്ലസ് ആണ്. ഇതൊരു വൈറ്റമിൻ സപ്ലിമെൻ്റ് ആണ്. നമുക്കറിയാം ബ്രോയിലർ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. അതുപോലെ തന്നെ ഇവരെ നമ്മൾ ഫാമിൽ വളർത്തുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് മിനറൽസോ വൈറ്റമിൻസോ ഒക്കെ പുറത്തുനിന്ന് കിട്ടുക എന്ന് പറയുന്നത് സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ അഡീഷണലായിട്ട് സപ്ലിമെൻ്റ് ആയിട്ട് ഇവർക്ക് കൊടുക്കേണ്ടതായ ആവശ്യമുണ്ട്. അപ്പോൾ ചിക്സ് നമ്മുടെ ഫാമിൽ വന്ന് ആദ്യത്തെ ഒരു 1ാം ദിവസം മുതൽ ഒരു 17 അല്ലെ 18 ദിവസം വരെ നമുക്ക് കൊടുക്കാവുന്ന ഒരു മെഡിസിനാണ് ഗ്രോവി പ്ലസ് എന്ന് പറയുന്നത്. ഇത് ആൻറ്റിബയോട്ടിക് ഒന്നുമല്ല, ഇതൊരു വൈറ്റമിൻ സപ്ലിമെൻറ്റ് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഈ മെഡിസിൻ കൊടുക്കുന്നതിലൂടെ ആ ചിക്സിന് അഡീഷണലായിട്ട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ കിട്ടുകയും അവർ നല്ല ഉഷാറായിട്ട് വളർന്നു പോരുകയും ചെയ്യും. 2000 കോഴിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 100 to 150 മില്ലിക്ക് ഇടയ്ക്ക് കൊടുക്കാവുന്നതാണ്. ഇത് ഡോസ് കുറച്ച് കൂടിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ആൻറ്റിബയോട്ടിക് അല്ല, ജസ്റ്റ് ഒരു വൈറ്റമിൻസ് ആണ്. അവരുടെ ശരീരത്തിലേക്ക് വേണ്ടത് മാത്രം അവർ അബ്സോർവ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഡോസ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളൊരു ബ്രോയിലർ കർഷകനാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ ഈ മെഡിസിൻ നിങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കണം. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെഡിസിനാണ്. കാരണം ബ്രോയിലർ കുഞ്ഞുങ്ങൾക്ക് അഡീഷണലായിട്ട് നമ്മൾ വൈറ്റമിൻസും സപ്ലിമെൻസും ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ അവർ നല്ല ഗ്രോത്തിലേക്ക് വരികയും നല്ല ബോഡി വെയിറ്റ് ഒക്കെ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ് വിമ്രാൾ എന്ന് പറയുന്നത്. ബ്രോയിലർ കോഴികൾക്ക് നമ്മൾ ഫാമുകളിൽ വാക്സിന് ശേഷമാണ് ആദ്യത്തെ 1ാമത്തെ വാക്സിനും അതുപോലെ 2ാമത്തെ വാക്സിനും ആ വാക്സിൻ കൊടുത്തതിന് ശേഷമാണ് വിമ്രാൾ പൊതുവേ കൊടുക്കുന്നത്. അവരുടെ സ്ട്രെസ്സ് റിലീസ് ചെയ്യാനും അതുപോലെ തന്നെ ആ വാക്സിൻ കൊടുത്തതിൻ്റെ ക്ഷീണം മാറാനും അവർ ഉഷാറായിട്ട് വരാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിമ്രാൾ കൊടുക്കുന്നത്. നല്ലൊരു മെഡിസിനാണിത്. ഇത് ബ്രോയിലർ ഫാമുകളിൽ മാത്രമല്ല, നിങ്ങൾക്ക് വീട്ടിൽ വളർത്തുന്ന നാടൻ കോഴികൾക്കും മുട്ടക്കോഴികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു മെഡിസിനാണ്. അവരുടെ സ്ട്രെസ്സ് റിലീസ് ചെയ്യാനും അതുപോലെ അവർക്ക് ക്ഷീണമൊക്കെ ഉണ്ട്, ആ ക്ഷീണം പെട്ടെന്ന് മാറാനും ഒക്കെ ഈ മെഡിസിൻ നല്ലൊരു മെഡിസിനാണ്. ഇച്ചിരി റേറ്റ് കൂടിയ മെഡിസിനാണ്, പക്ഷേ നിങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് നല്ല ബെനിഫിറ്റ് ഉള്ളൊരു മെഡിസിനാണ്. ഏറെക്കുറെ ഒരു 90% ആൾക്കാരും ഫാമുകളിൽ ഈ മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ആരെങ്കിലും ഉപയോഗിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ഒരു ഫാം തുടങ്ങിയ ആളാണ്, നിങ്ങൾക്ക് അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അറിയാത്തതുകൊണ്ടൊക്കെ ആരെങ്കിലും ഈ മെഡിസിൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാക്സിൻ കൊടുത്തതിന് ശേഷം വാക്സിൻ കൊടുത്ത് രാവിലെ വാക്സിൻ കൊടുക്കുകയാണെങ്കിൽ അതിന് ശേഷം ഉടനെ തന്നെ ഈ മെഡിസിൻ നിങ്ങൾക്ക് വെള്ളത്തിൽ കലക്കി കൊടുക്കാവുന്നതാണ്. ഇത് തീർച്ചയായിട്ടും കൊടുക്കണം. ഇമ്പോർട്ടൻ്റ് മെഡിസിനാണ്. അവരുടെ സ്ട്രെസ്സ് റിലീസ് ചെയ്യാനും അവരുടെ ക്ഷീണം മാറാനും അവർ പെട്ടെന്ന് ഉഷാറിലേക്ക് വരാനൊക്കെ പറ്റിയൊരു മെഡിസിനാണ്. ഇത് 2000 കോഴിക്കാണെങ്കിൽ ഏറെക്കുറെ നിങ്ങൾക്ക് 250 മില്ലി കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് 500 മില്ലിയുടെ ഒരു ബോട്ടിൽ മേടിച്ചാൽ നിങ്ങൾക്ക് 2 വാക്സിന്, ഒരു 2000 കോഴിയുടെ ബാച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് 2 വാക്സിന് ആ മെഡിസിൻ ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് മെഡിസിൻ എന്ന് പറയുന്നത് ലിവർ ടോണിക് ആണ്. നമുക്കറിയാം, നമ്മൾ കോഴിക്ക് കൊടുക്കുന്ന ഫീഡിൽ ചില സമയങ്ങളിൽ ടോക്സിക് ആയിട്ടുള്ള കണ്ടൻറ്റ് ചില സമയത്ത് ആ തീറ്റയിൽ അടങ്ങിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ പൂപ്പലിൻ്റെ അംശം ഇതൊക്കെ ചില ടൈമിൽ തീറ്റയിൽ വരാറുണ്ട്. ഇത് നമ്മൾ കോഴിക്ക് കൊടുത്താൽ ഇത് ഡയറക്റ്റ് കോഴിയുടെ ലിവറിനെയാണ് ബാധിക്കുക. ലിവറിനെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ കോഴി ഫീഡ് എടുക്കാതെ വരികയും പെട്ടെന്ന് ഡെത്തിലേക്ക് പോകാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ലിവറിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ടോണിക്കാണ് ലിവർ ടോണിക് എന്ന് പറയുന്നത്. 20ാം ദിവസം മുതൽ നമുക്ക് ലിവർ ടോണിക് കൊടുക്കാവുന്നതാണ്. ഡെയിലി ഒരു നേരം വെച്ച് ഒരു 10 ദിവസമൊക്കെ നമുക്ക് അടുപ്പിച്ച് ലിവർ ടോണിക് കൊടുക്കാവുന്നതാണ്. ഇത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കോഴിക്ക് ഡൈജഷൻ കറക്റ്റ് ആവുകയും അതുപോലെ തന്നെ ആ കഴിക്കുന്ന ഫീഡ് കറക്റ്റായിട്ട് ബോഡി വെയ്റ്റിലേക്ക് വരികയും കോഴി നല്ല ഗ്രോത്തിലേക്ക് വരികയും ഒക്കെ ചെയ്യും. നിങ്ങൾ ഈ മെഡിസിൻ ഫാമിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ മെഡിസിൻ ഉപയോഗിക്കണം. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ തീറ്റയിലുള്ള ചില സമയത്ത് തീറ്റയിൽ ടോക്സിക് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ അങ്ങനെ വന്ന് കാണലുണ്ട്.
അതുപോലെ പൂപ്പൽ. നമുക്കറിയാം മഴക്കാലത്തൊക്കെ നമ്മൾ തീറ്റ കുറച്ച് ഓവർലോഡൊക്കെ ആയിട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പൂപ്പലിൻ്റെ അംശമൊക്കെ വരലുണ്ട്. ഇത് കോഴിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കരളിനെ പെട്ടെന്ന് ബാധിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ലിവർ ടോണിക് നമ്മൾ ഇനി അസുഖത്തിന് കൊടുക്കുന്നതല്ല, ഒരു പ്രിക്കോഷനായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ലിവർ ടോണിക് നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനത്തെയുള്ള ചില സാഹചര്യങ്ങളിൽ നിന്ന് കോഴീനെ നമുക്ക് രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 4 മെഡിസിൻസ് ഒരു ബ്രോയിലർ ഫാം നടത്തുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഡിസിനാണ്. ഈ 4 മെഡിസിൻ തീർച്ചയായിട്ടും നിങ്ങൾ ഫാമിൽ കൊടുത്തിരിക്കേണ്ട മെഡിസിനാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ ഈ പറഞ്ഞ മെഡിസിൻസിന് പുറമെ നിങ്ങൾക്ക് ഫീഡപ്പീസ്റ്റ് പോലെയുള്ള പ്രോബയോട്ടിക്സ്, അതുപോലെ ശർക്കര, ഇതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കോഴിക്ക്. ഈ ഫീഡപ്പീസ്റ്റ്, ശർക്കര ഇതൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ കോഴിക്ക് ലൂസ് മോഷനൊക്കെ വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അതുകൂടാതെ കോഴിയുടെ ഡൈജഷൻ കറക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കഴിക്കുന്ന ഫീഡ് കറക്റ്റ് മീറ്റായിട്ട് അവിടെ കൺവേർട്ട് ചെയ്യപ്പെടുന്നതാണ്. അങ്ങനെ കൺവേർട്ട് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് നല്ലൊരു FCR കിട്ടത്തുള്ളൂ. നല്ല FCR കിട്ടിയാൽ മാത്രമേ ആ ഫാം നമുക്ക് പ്രോഫിറ്റബിളായിട്ട് നടത്തി കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. ഞാൻ ഈ പറഞ്ഞ മെഡിസിൻസ് ഒന്നും നമ്മൾ കോഴിക്ക് അസുഖം വന്നതിന് ശേഷം കൊടുക്കുന്ന മെഡിസിൻസ് അല്ല. ഇതൊരു പ്രിക്കോഷൻസ് ആണ്. അതുപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും ആണ്. പക്ഷേ കോഴിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ തുമ്മൽ വന്ന് അത് കൂടിക്കഴിഞ്ഞാൽ, CRD ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത് കൊണ്ട് മാത്രമേ രക്ഷയുള്ളൂ. പ്രധാനമായിട്ടും ബ്രോയിലർ കോഴിക്ക് കണ്ടുവരുന്നൊരു അസുഖം തുമ്മൽ തന്നെയാണ്. തുമ്മൽ, ജലദോഷം. അത് ഒരു 80% ഫാമിലും കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ പ്രശ്നം എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ ഇത് അറിയാതിരിക്കുക, അല്ലെങ്കിൽ തുടക്കക്കാരെ സംബന്ധിച്ച് ഇത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാതെ പോവുകയും അത് കൂടി അത് CRD സ്റ്റേജിലേക്ക് പോവുകയും കോഴിക്ക് ഫീഡ് എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരിക, കോഴി തലകുലിച്ചിരിക്കുക, അത് കഴിഞ്ഞ് ഡെത്തിലേക്ക് പോവുക. ഈ ഒരു സംഭവമാണ് മിക്ക ഫാമിലും കാണുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ നമുക്ക് ആൻറ്റിബയോട്ടിക്, നല്ല ഡോസ് കൂടി ആൻറ്റിബയോട്ടിക് കൊടുക്കുക, അല്ലാതെ വേറെ നിവൃത്തിയില്ല. അല്ലാതെ ആ ഫാം നമുക്ക് ഒരിക്കലും റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കത്തില്ല. ഇതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ ഈ തുമ്മൽ അല്ലെങ്കിൽ ജലദോഷം നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ ഫാമിൽ ചിക്സ് വന്ന് ഓരോ ദിവസവും നമ്മൾ ഈ ചിക്സിനെ നന്നായിട്ട് വാച്ച് ചെയ്യണം. അതായത് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഈ ചിക്സിന് തോന്നുന്നുണ്ടോ എന്നുള്ളത്. അതായത് ഈ തുമ്മൽ വരുന്നതിന് തൊട്ട് മുമ്പ് ഈ കോഴി ചിക്സ് കാലുകൊണ്ട് ഇതിൻ്റെ കണ്ണിലൊക്കെ മാന്തും, അതുപോലെ തന്നെ തലയടക്കി കുടയും. ഇതൊക്കെ തുമ്മൽ വരുന്നതിന് തൊട്ട് മുമ്പുള്ള ചില സൂചനകളാണ്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ തന്നെ ഇതിന് മെഡിസിൻ കൊടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ എന്ത് മെഡിസിൻ നമുക്ക് കൊടുക്കാൻ പറ്റും? ഇത് ചിക്സ് ആണ്. അപ്പോൾ ഒരുപാട് ഡോസ് കൂടിയ മെഡിസിനൊന്നും നമുക്ക് സ്റ്റാർട്ടിങ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഈ ബ്രീത്ത് ഈസി എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട്. ആയുർവേദ മെഡിസിനാണ്. നമ്മുടെ വിക്സ് ഒക്കെ പോലെ തന്നെ നല്ല ഡോസ് ഉള്ള ഒരു ലിക്വിഡാണ്. ഈ ലിക്വിഡ് നിങ്ങൾക്ക് വെള്ളത്തിൽ 4-5 ഡ്രോപ്പ് നിങ്ങൾക്ക് വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ല ഗ്യാസുള്ള ഒരു മെഡിസിനാണ് ഇത്. ഒരു 3 ദിവസമൊക്കെ നിങ്ങൾ ഓരോ നേരം സ്പ്രേ ചെയ്താൽ ഈ തുമ്മലിൻ്റെ സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് മാറുന്നതായിരിക്കും. ഇനി കുറച്ചുകൂടെ കൂടി, അതായത് തുമ്മൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് അല്ല, കുറച്ചുകൂടെ കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോർമാലിൻ സ്പ്രേ ചെയ്യാവുന്നതാണ്. ഫോർമാലിൽ കുറച്ച് കല്ല് പൊക്കി ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് സ്പ്രേ ചെയ്യാമെങ്കിൽ അതിൻ്റെ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ മാറുന്നതായിരിക്കും. ഏറെക്കുറെ ഒരു സെക്കൻഡ് സ്റ്റേജിലൊക്കെ ഫോർമാലിൻ നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഏറെക്കുറെയൊക്കെ മാറുന്നതാണ്. ഇനി അതിലും മുകളിലേക്കുള്ള സ്റ്റേജ് ആണെങ്കിൽ, അതായത് തുമ്മൽ കുറച്ചുകൂടെ കൂടി CRD ഒക്കെ തൊട്ട് മുമ്പുള്ള സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് റിക്കവർ ചെയ്യാൻ ആൻറ്റിബയോട്ടിക് അല്ലാതെ യാതൊരു മാർഗ്ഗവുമില്ല. നമ്മൾ ആൻറ്റിബയോട്ടിക് ടാങ്കിൽ നമ്മൾ കോഴിക്ക് കൊടുക്കുന്ന വെള്ളത്തിൽ അത് അതിൻ്റെ അളവനുസരിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കലക്കിയിട്ട് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഫാം റിക്കവറായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു ഫാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.